ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന തൻ്റെ സ്വന്തം മകളാണെന്ന് വൈജയന്തി തിരിച്ചറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്കാക്കിയെങ്കിലും അയാളുടെ അവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും മോശമായിട്ട് വരികയാണ്. ഇടയ്ക്കെല്ലാം അലീനയെ കാണാനായിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാറുണ്ട്. എന്നാൽ ഇതിനെല്ലാം വൈജയന്തിക്ക് ദേഷ്യവും വാശിയായിരുന്നു. എവിടേക്കാണ്? അച്ഛൻ രാവിലെ കടയിലേക്കെന്ന് പറഞ്ഞു പോയിട്ട് അവളെ കാണാനാണ് പോകുന്നതെന്ന് പറഞ്ഞ് എന്നും മക്കളുടെ മനസ്സിൽ വിഷം കുത്തി നിറക്കാണ്. ഒടുവിൽ രോഹിത്ത് അച്ഛനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാ ആലിന ചേച്ചി താമസിക്കുന്ന സ്ഥലത്തേക്ക് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോവാത്തത്? അമ്മ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? എന്താ മോനെ, നിനക്ക് അച്ഛനെ സംശയമായോ? സംശയമല്ല അച്ഛ, അമ്മ പറഞ്ഞതിൽ കാര്യമില്ലേ? ഇതുവരെ ആലിന ചേച്ചി എവിടെയാണെന്നോ എന്താണെന്നോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആ അഡ്രസ്സെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നൂടെ? തൻ്റെ മകൻ തന്നെ സംശയിക്കുന്നെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ സ്വന്തം ചേച്ചിയാണ് അലീന വൈജയന്തി വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞതാണെന്ന സത്യവും അറിയിക്കുന്നുണ്ട്. അതോടുകൂടെ രോഹിത്ത് തൻ്റെ ചേച്ചിയെ കാണാനായിട്ട് അവിടേക്ക് പോകുന്നത് പതിവായി. ബബിതയും കൃഷ്ണമോളും ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചെങ്കിലും തൽക്കാലം നിങ്ങളെ കൊണ്ടുപോകാൻ നിവർത്തിയില്ലെന്ന് കൃഷ്ണമോളോട് പറയാണ്. എന്നാൽ കൃഷ്ണമോൾക്ക് എല്ലാം അറിയാമെന്നും രോഹിത്തിന് അറിയാം. മോളെ, നീ ഇപ്പോൾ അങ്ങോട്ട് നിന്നെ കൊണ്ടുപോയാൽ ബബിതക്കത് വിഷമമാവും. അവളെ ചേച്ചിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കല്ലേ? അലിനി ചേച്ചിയോട് നമുക്ക് ഇവിടേക്ക് വരാൻ വേണ്ടി പറയാം. അങ്ങനെ ആ ഒരു കാര്യത്തിൽ രോഹിത് തന്നെ തീരുമാനം എടുക്കാട്ടോ. എല്ലാം തൻ്റെ മകനെയും തൻ്റെ ഭർത്താവിനെയും അവൾ മരുന്ന് കൊടുത്ത് മയക്കിയിരിക്കുക എന്ന മറ്റുള്ള വൈജയുടെ പ്രതികരണം. അങ്ങനെ ബാലചന്ദ്രനെ എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ബാലചന്ദ്രനെ എല്ലാം അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി. നീ ഒന്ന് പിഴച്ച് പ്രസവിച്ചവളല്ലടി, നിൻ്റെ മകളാണ് അലീന എന്ന് വിളിച്ചു കൂറിയാൽ മാത്രം മതി. അപ്പോഴേക്കും വൈജയുടെ പത്തി അമരും. എന്നാൽ ബാലചന്ദ്രൻ അതിനൊരുങ്ങിയില്ല. തൻ്റെ 3 മക്കളെയും അലീനയെ ഓർത്ത് മാത്രമായിരുന്നു. ഒരിക്കലും എപ്പോഴെങ്കിലും വൈജയന്തി ആ സത്യം അറിഞ്ഞാൽ പിന്നീട് അവളുടെ ഭർത്താവ് ഉദ്യോഗസ്ഥനായിട്ട് ഞാൻ ഈ വീട്ടിൽ ഉണ്ടാവില്ലെന്ന് അയാൾ തീരുമാനമെടുത്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ അന്ന് രാത്രി ബാലചന്ദ്രൻ കിടക്കാൻ നേരത്ത് അയാളുടെ നെഞ്ച് വല്ലാതെ വേദനിക്കുന്ന പോലെ കൃഷ്ണമോളെയും ബബിതയും രോഹിത്തിനെയും വിളിക്കുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. തൻ്റെ ഫോൺ ഇവിടുന്ന് തപ്പി നോക്കിയപ്പോൾ അതാണെങ്കിലോ ടേബിളിൽ നിന്ന് താഴേക്ക് വീണു. ബാലചന്ദ്രന് മറ്റാരെയും അറിയിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അങ്ങനെ ബെഡിൽ നിന്ന് താഴേക്ക് വീണ് തറയിൽ ഇങ്ങനെ കിടക്കായിരിക്കും. രാവിലെയാണ് കൃഷ്ണമോള് അച്ഛനെ വിളിക്കാനായിട്ട് വരുമ്പോഴാണ് നിലത്ത് ബോധം കെട്ടിക്കിടക്കുന്ന ബാലചന്ദ്രനെ കാണുന്നത്. അച്ഛ അച്ഛ എണീക്കച്ഛ എന്ന് പറഞ്ഞ് അവൾ കുലുക്കി വിളിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അനങ്ങുന്നില്ല. അപ്പോഴേക്കും നിലവിളി കേട്ട് രോഹിത്തും ബബിതയും അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ വൈജ മാത്രം താഴെ തനി എന്ത് സംഭവിച്ചാലും തനിക്കൊന്നുമില്ല എന്ന മട്ടിൽ നിൽക്കാണ്. അമ്മയ്ക്ക് എന്താ ഇത്? അമ്മയുടെ ഭർത്താവാണ് അവിടെ ബോധം കെട്ടി കിടക്കുന്നത്. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ആംബുലൻസ് വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? അമ്മയ്ക്ക് യാതൊരു ഉത്തരവാദിത്വമല്ലേ? അമ്മയുടെ ഭർത്താവല്ലേ, കഴുത്തിൽ താലി കെട്ടിയവരല്ലേ എന്ന് ബബിത ചോദിച്ച് ഫോൺ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വരികയും ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയും ചെയ്യാണ്. നിരാശയോടെ ഡോക്ടർമാർ പറയുന്നുണ്ട്, അയാൾക്ക് വീണ്ടും അറ്റാക്ക് വന്നു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിൽ എന്തെങ്കിലും നിവർത്തിയുണ്ടോ എന്ന് മനുശങ്കർ ഡോക്ടറോട് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, പ്രാർത്ഥന, ഒരു ഓപ്പറേഷൻ കൂടെ ചെയ്ത് നോക്കാം, പ്രതീക്ഷയൊന്നും വേണ്ട, ആൾ പാടെ വീക്കാണ്, നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ അയാൾക്ക് ടെൻഷൻ കൊടുക്കരുതെന്ന്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? അങ്ങനെ ബാലചന്ദ്രൻ്റെ ദിവസങ്ങൾ ഏറെക്കുറെ എണ്ണപ്പെട്ടു. വിവരമറിഞ്ഞ വൈജയന്തിക്കും വല്ലാതെ വിഷമം തോന്നി. താൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊരു കുറ്റബോധമെങ്കിലും വൈജയുടെ ഉള്ളിലുണ്ടോ എന്ന് മനുശങ്കർ നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രന് ബോധം തെളിയുന്നുണ്ട്. ഇനി തനിക്കൊരു ഓപ്പറേഷൻ വേണ്ടെന്ന് അയാൾ കടമെടുക്കാട്ടോ. അങ്കിളുടെ ജീവൻ രക്ഷിക്കാനാ. അത് ഡോക്ടർമാർ പറഞ്ഞല്ലോ, ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്ന്. പിന്നെ എന്തിനാ ഓപ്പറേഷൻ? അതൊന്നും വേണ്ട, എനിക്കെൻ്റെ മോളെ കാണണം. ആര്? അലീനയാണോ? അതെ, അവളെ വിളിക്കും മനു എന്ന് പറയാട്ടോ. അങ്ങനെ മനുശങ്കർ അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയോട് അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞതോടുകൂടി അവൾ നിലവിളിച്ച് കരഞ്ഞ് വരാനായി തയ്യാറായി നിൽക്കുമ്പോൾ സ്റ്റാലിൻ പറയും, എന്താ നീ എന്തിനാ കരയുന്നത്? ആരാ നിന്നെ വിളിച്ചത്? അച്ഛന് തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് ഡോക്ടർമാർ നിരാശയാണ് പറഞ്ഞതാ മനുവേട്ടൻ്റെ വാക്കിൽ നിന്ന്. അതാ എനിക്ക് തോന്നിയത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോവാം. അവളെയും കൂടി സ്റ്റാലിൻ തന്നെയാട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. സ്റ്റാലിൻ കാറിലിരിക്കാമെന്ന് പറയുന്നുണ്ട്. വൈജയന്തി എങ്ങാനും കണ്ടാൽ എല്ലാ കാര്യങ്ങളും വെളിച്ചത്താവുമെന്ന് അലീനക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അലീന പപ്പയോട്, പപ്പ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട്
ഹോസ്പിറ്റലിലെ ഐസിയുടെ മുമ്പിലേക്ക് ഓടിപ്പോവാണ്. പുറത്ത് രോഹിത്തിനെയും കൃഷ്ണമോളെയും മനുശങ്കറിനെയും കാണുന്നുണ്ട്. അച്ഛൻ ഇതെന്ത് പറ്റി? കരച്ചിലോടെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ അച്ഛൻ ഇന്നലെ രാത്രി ബോധം കെട്ട് കിടക്കായിരുന്നു. രാവിലെ കൃഷ്ണമോള കണ്ടത്. അതുവരെ അച്ഛനെ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ലേ ചേച്ചി? ഞങ്ങളെല്ലാവരും ഉറക്കായിരുന്നു, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പോഴേക്കും ബബിത ഐസിയുടെ വാതിൽ തുറന്ന് അവിടേക്ക് വരുന്നുണ്ട്. ചേച്ചിയെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ചേച്ചിയെ കാണണമെന്ന് പറഞ്ഞ് വലിയ വാശിയാണെന്ന് പറയാണ്. അച്ഛൻ്റെ അടുത്തേക്ക് ഐസിയുടെ വാതിൽ തള്ളി തുറന്ന് അലീന ഓടിച്ചില്ല. എന്താ അച്ഛൻ, എന്താ പറ്റിയത്? മോളെ, മരിക്കുന്ന മുമ്പേ നിന്നെ കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു. നീ സുഖമായിട്ടിരിക്കുന്നു അച്ഛാ. എനിക്ക് കരുതോർത്ത് വിഷമിക്കേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ അച്ഛനിത് എന്താ പറ്റിയത്? ഞാൻ പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളോർത്ത് ടെൻഷൻ ആവരുതെന്ന്. എനിക്കൊന്നുമില്ല മോളെ. അച്ഛാ, എന്തുകൊണ്ടാ ഓപ്പറേഷന് സമ്മതിക്കാത്തത്? ഡോക്ടറോട് തന്നെ നീ ചെന്ന് ചോദിച്ചു നോക്ക്. ഓപ്പറേഷൻ കഴിഞ്ഞാലും എനിക്ക് രക്ഷപ്പെടുമെന്ന് യാതൊരു ചാൻസും ഇല്ല. പിന്നെ എന്തിനാ മോളെ വെറുതെ കീറി മുറിക്കുന്നത്? എൻ്റെ അച്ഛന് ഒന്നുമില്ല, എൻ്റെ അച്ഛന് അസുഖമൊക്കെ മാറും എന്ന് പറഞ്ഞ് അവൾക്കറിയാട്ടോ. അപ്പോഴേക്കും വൈജയന്തി അവിടേക്ക് വരാം. ഓഹോ, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് യാതൊരു അസുഖമില്ല, ഇവളെ കാണാനുള്ള നാടകമായിരുന്നല്ലേ എന്ന് ചോദിച്ച് അവിടെ വെച്ച് വലിയ ബഹളം ഉണ്ടാക്കാം. സിസ്റ്റർ വന്നിട്ട് പറയും, ഇത് ചന്തയല്ല, നിങ്ങൾക്ക് തീരെ മാനേഴ്സ് ഇല്ലേ? നിങ്ങളുടെ ഭർത്താവ് അറ്റാക്ക് വന്നിട്ട് ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന് കിടക്കുക, എന്നിട്ട് പോലും നിങ്ങൾക്ക് യാതൊരു ദയവുമില്ലേ? ഈ അവസാന നിമിഷം അദ്ദേഹത്തോട് സ്നേഹത്തോട് പെരുമാറാതെ എന്തിനാ നിങ്ങളിങ്ങനെ ദേഷ്യം പിടിക്കുന്നത്? അവളുണ്ടല്ലോ, അവൾ വന്നതിന് ശേഷം അദ്ദേഹത്തിന് അസുഖം വന്നത്, അവളാ ഞങ്ങളുടെ ജീവൻ തകർത്തത്. അത് നിങ്ങളുടെ മകളാണെന്നാണല്ലോ ഇവിടെ എല്ലാവരും പറഞ്ഞത്. നിങ്ങൾക്ക് മാത്രം അതെന്താ ഉൾക്കൊള്ളാൻ വയ്യേ? വേലക്കാരിയാണടി എൻ്റെ മകളെന്ന് ചോദിച്ച് ആ സിസ്റ്ററുടെ നേർക്ക് തട്ടിക്കയറുകയാണ് വൈജ. ഒടുവിൽ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ഐസിയുവിൻ്റെ ഉള്ളിലെന്ന് കരുതി അലീന പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വൈജയുടെ അടുത്ത് വന്ന് 3 മക്കളും കൂടെ ചേർന്ന് വൈജിയോട് പറയാണ്, അമ്മക്ക് തീരെ തലച്ചോറില്ലേ? അമ്മ എന്താ അച്ഛനോട് കാണിക്കുന്നത്? അച്ഛന് വയ്യാതെ, അച്ഛൻ മരണം കാത്ത് കിടക്കാണ്. ആ അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ പെരുമാറണോ? അവസാന നിമിഷമെങ്കിലും അച്ഛനോട് ഇത്തിരി ദൈവം സ്നേഹം കാണിച്ചൂടെ? എടാ, എന്നോട് കാണിക്കാത്ത ദൈവം സ്നേഹം ഞാൻ എന്തിനാണ് നിൻ്റെ അച്ഛനോട് കാണിക്കുന്നത്? അച്ഛൻ ഇങ്ങനെ വരാൻ കാരണം അമ്മ ഒറ്റവരുത്തിയ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങൾ മക്കൾ ക്ഷമിക്കുമെന്ന് അമ്മ കരുതേണ്ട. ഞാനാണടാ ഇതിനെല്ലാം കാരണം. അതെ, അമ്മ തന്നെയാ കാരണം. അച്ഛനോട് ചോദിച്ചു നോക്ക്. അമ്മയല്ലേ ഇതിനെല്ലാം കാരണമെന്ന്. ഞങ്ങളുടെ അച്ഛൻ ഇത്ര നേരത്തെ ഞങ്ങളെ വിട്ടു പോവണമെങ്കിൽ അതിന് കാരണം അമ്മ തന്നെയാണ്. അമ്മയാണ് എല്ലാത്തിനും കാരണം. എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ദ്രോഹിക്കുന്നത് കണ്ട് വൈജ ഒന്നും മിണ്ടാതെ ഒരു ചെയറിൽ പോയി ഇരിക്കാട്ടോ. അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അച്ഛനൊന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു. ഇല്ല മക്കളെ, അച്ഛന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അച്ഛനെല്ലാം ഭേദമായി നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരും. അങ്ങനെ അലീനക്ക് അപ്പോഴാണ് സ്റ്റാലിൻ താഴെ നിൽക്കുന്നത് ഓർമ്മ വരുന്നത്. അലീന താഴേക്ക് ചെന്ന് സ്റ്റാലിനോട് പറയുന്നുണ്ട്, ഇവിടുത്തെ അവസ്ഥ അത്രയും മോശമാണ് അച്ഛാ. പപ്പ ഞാനില്ല പപ്പയുടെ കൂടെ. പപ്പൻ തിരികെ പോയിക്കോ. മോളെ, നീ ഇല്ലാതെ ഞാൻ തനിച്ചു പോരാ. അവിടെ ബാലചന്ദ്രൻ മേനോൻ്റെ മക്കളൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷേ ഞാൻ ആദ്യമെന്ന് അച്ഛ എന്ന് വിളിച്ചതും ആ മനുഷ്യനെയാണ്. എനിക്ക് ഈ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് വിട്ടിട്ട് പോരാൻ എനിക്കാവില്ല. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ, നീ അങ്ങോട്ട് പറയാൻ അനുസരിക്കല്ലോ അച്ഛ. പിണങ്ങി പോവല്ലേ. ആ അച്ഛനെ എന്നെ എത്രമാത്രം സ്നേഹിച്ചതെന്ന് അറിയാമോ? ഇപ്പോഴും ആ അച്ഛന് ഈ അവസ്ഥ വരാൻ കാരണം ഞാൻ തന്നെയാണ്. ഒരു വേലക്കാരുടെ വേഷമണിഞ്ഞ് ഞാൻ ആ വീട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു. ആരാണോ സത്യങ്ങളൊന്നും അറിയരുതെന്ന് ആഗ്രഹിച്ചത് ആ ആൾ തന്നെയാണ് എല്ലാം അറിഞ്ഞ്. പപ്പ ദയവായിട്ടിപ്പോൾ തിരിച്ചു പോകണം. ഓ ശരി, നിനക്ക് എപ്പോഴാണോ വരാൻ തോന്നുന്നു അന്നേരത്ത് ഒരു കോള് മതി. ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ശരി അച്ഛ. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞ് അച്ഛൻ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവാതെ ഞാൻ വരില്ലാട്ടോ എന്നവൾ പറയുമ്പോൾ, നിനക്ക് ഉടുത്തുമാറാൻ ഡ്രസ്സൊക്കെ ഉണ്ടോ? അതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന സ്റ്റാലിൻ ജോസഫിനെ പറഞ്ഞയക്കാണ്. എന്ന് ജനവാതിലൂടെ വൈജയന്തി ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. സ്റ്റാലിൻ കാറിൽ കയറി പോകുന്നത് സ്റ്റാലിനെ പോലെ ഒരാളെ അവിടെ കണ്ടതും അപ്രതീക്ഷിതമായി കണ്ടതും വൈജയന്തി ആകെ അമ്പരക്കുന്നുണ്ട്. എന്നാൽ അലീനയുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സ്റ്റാലിനെ ആ സമയത്ത് കാണുന്നില്ല കേട്ടോ. അതോടുകൂടെ തന്നെ വൈജയന്തിക്ക് പ്രത്യേകിച്ചൊരു സംശയമൊന്നും തോന്നുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ വീണ്ടും അലീനെ തിരികെ വരുന്നത് കണ്ടിട്ട് വൈജയന്തി ചോദിക്കും, നീ പോയില്ലേടി? നിനക്ക് എന്താടി ഇവിടെ കാര്യം? അയാൾ ബാലചന്ദ്രമേനോൻ്റെ ഭാര്യയും മക്കളും ഇവിടെ ഉണ്ട്. പിന്നെ നീ എന്തിനാ ഇവിടെ നോക്കുകുത്തി പോലെ നിൽക്കുന്നത്? അത് എൻ്റെ കൂടെ അച്ഛനാ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? നിങ്ങളൊരു മനുഷ്യ സ്ത്രീയല്ലേ? ഇത്രയും സ്നേഹവും ദയയും കരുണയില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കുടുംബത്തിൽ ജനിച്ചത്? ഇങ്ങനെ നല്ലൊരു മനുഷ്യൻ്റെ ഭാര്യയാവാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. ഇത് കേട്ടതും വൈജയന്തിക്ക് അത് കത്തി പഴരാട്ടോ. അലീനക്ക് നേരെ കൈ ഉയർത്തുന്നുണ്ട്. ഒരക്ഷരം എന്നോട് മിണ്ടിയാലുണ്ടല്ലോ, നീ
കാരണമാടി എൻ്റെ കുടുംബം നഷ്ടമായത്. ബാലചന്ദ്രൻ ഈ അവസ്ഥ വന്നു നീ കാരണമാണ്. ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ പോകുന്നിടക്കാണ് നീ കയറി വന്നതും ഞങ്ങളുടെ കുടുംബം ഇങ്ങനെയാക്കിയതും. ഭാര്യയും ഭർത്താവും സ്നേഹം ഇന്ന് വരെ അദ്ദേഹത്തിന് നിങ്ങൾ സ്നേഹം കൊടുത്തിട്ടുണ്ടോ? ബഹുമാനം കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഇഷ്ടം മാത്രമായിരുന്നു നിങ്ങൾക്ക് വലുത്. നിങ്ങളുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് അന്ധമായി നിങ്ങളെ വിശ്വസിച്ച ആ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പിന്നീട് ആ മനുഷ്യൻ മാറാൻ കാരണം നിങ്ങളുള്ള വിശ്വാസമില്ലായ്മ തന്നെയാണ്. അന്ധമായി നിങ്ങളെ സ്നേഹിച്ചതിനും വിശ്വസിച്ചതിനും 22 വർഷങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടിനെല്ലാം ഒറ്റയടിക്ക് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴാണ് നിങ്ങളോട് വിട്ടുവീഴ്ച. ആ നിങ്ങൾ ന്യായം പറയുന്നോ? സ്വന്തമൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ എത്ര പവിത്രയാണെന്ന്. നിങ്ങളുടെ കാര്യം മറച്ചു വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ ചതിക്കായിരുന്നില്ലേ? ആ ഒരു അണു കുറ്റബോധം പോലും നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അലീനയുടെ കണ്ണിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ട് തന്നെ വൈജയന്തിയോട് തീർത്ത് പറയാണ്. ഓരോ വാക്കിലും തീ പാറുന്ന പോലെ ഉണ്ടായിരുന്നു. വൈജയന്തി അലീനയുടെ ഭാവമാറ്റം കണ്ട് നെട്ടിത്തെറിച്ച് നിൽക്കുക. മനുവും രോഹിത്തും കൃഷ്ണമോളും എല്ലാവരും ഇവളുടെ ഈ ഭാവമാറ്റം കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ. വൈജയന്തിക്ക് അക്ഷരങ്ങളും മുട്ടിപ്പോവാണ്. ഒന്നും ശബ്ദിക്കാതെ വൈജയന്തി അങ്ങ് അകത്തേക്ക് പോകുന്നുണ്ട്. വൈജയന്തിക്കാണെങ്കിലോ അലീന പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിൽ ഇങ്ങനെ തുളച്ച് കയറുന്ന പോലെ തോന്നുന്നുണ്ട്. അലീനയാണെങ്കിലൊക്കെ ഒരു കിതപ്പോടെ ഒരു ചെയറിൽ പോയി ഇരിക്കുകയും ചെയ്യാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾ വന്ന് വൈജയോട് പറയുന്നുണ്ട്, അമ്മയെ അച്ഛൻ വിളിക്കുന്നു. ഓ, അയാൾക്ക് എന്നെ ഇപ്പോൾ കാണണമെന്നുണ്ടോ? അമ്മേ പ്ലീസ്, അച്ഛൻ വിളിക്കുന്നു. അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അമ്മ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ വേണ്ട. അപ്പോഴേക്കും ഡോക്ടർമാരെല്ലാം ചുറ്റും ഉണ്ടാവും ബാലചന്ദ്രനെ. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ഡോക്ടർമാർ പറയും, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഈ ഒരു പേഷ്യൻറ്റിനോട് നിങ്ങൾ ഇത്തിരി കരുണ കാണിക്കണം. നിങ്ങൾ ഭാര്യയായിരിക്കാം. ഈ മനുഷ്യനോട് അവസാന നിമിഷമെങ്കിലും നിങ്ങൾ കാരുണ്യത്തോടെ പെരുമാറണം. ഡോക്ടർ, എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഭാര്യയോട് സംസാരിക്കണം. അപ്പോഴേക്കും ഡോക്ടർ നഴ്സുമാരെല്ലാം അവിടെ നിന്ന് പോവുക. ആ ഒരു ചെയറിൽ നിന്ന് ഇരിക്കണ്ടോ ബാലചന്ദ്രൻ്റെ അടുത്ത് ഒരു ചെയർ നീക്കിയിട്ടിട്ട് വൈജയന്തി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാതെ പുച്ഛത്തോടെ നോക്കുക. വൈജയ്, നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം. ആ ദേഷ്യത്തിൻ്റെ കാരണവും എനിക്കറിയാം. പക്ഷേ ഞാൻ മരിക്കുന്ന മുമ്പേ നീ ആ സത്യം അറിയണം. ആ സത്യം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞാൽ ഒരിക്കൽ പോലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ തന്നെ പോവാണല്ലോ. അപ്പോൾ നിന്നെ അത് അറിയിക്കണം. അമ്പരപ്പോടെ വൈജയന്തി അദ്ദേഹത്തെ മുഖത്തേക്ക് നോക്കുക. 22 വർഷക്കാലം ഞാൻ നിന്നെ ഒരുപാട് വിശ്വസിച്ചു, സ്നേഹിച്ചു. എൻ്റേതാണെന്ന് കരുതി ഞാൻ നെഞ്ചിലേറ്റ് നടന്നു. നിൻ്റെ എല്ലാ വാശികളും നിൻ്റെ ദുർവാശിയും എല്ലാം ഞാൻ മനസ്സിലാക്കി. എങ്കിലും ഞാൻ നിന്നുള്ള സ്നേഹം കൊണ്ട് തന്നെ എല്ലാം വിട്ടുവീഴ്ച തരായിരുന്നു. കുടുംബം എന്ന പ്രസ്ഥാനം നന്നായിട്ട് മുന്നോട്ട് പോവാൻ. പക്ഷേ ആ 22 വർഷം നീ എന്നെ ചതിക്കുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇല്ലാതായിപ്പോയി. ഞാൻ നിങ്ങളെ ചതിച്ചെന്നോ? വൈജയ്, എനിക്ക് പറയാനുള്ള അവസരം എന്താ? പിന്നീട് ഒരിക്കലും എനിക്ക് നിന്നോട് പറയാൻ പറ്റിയെന്ന് വരില്ല. അതെ, നീ എന്നെ ചതിച്ചു. നീ എന്നെ വല്ലാതെ വഞ്ചിച്ചു. ആ ഒരു കുറ്റബോധമോ ഒരണു പോലും നീ എൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടില്ല. ഒരു നല്ല ഭാര്യ നീ എന്നോട് പെരുമാറിയിട്ടില്ല. എന്തോ കടമ ചെയ്യുന്ന പോലെയാണ് നീ കിടപ്പറയിൽ പോലും പെരുമാറിയിട്ടുള്ളത്. നീ എന്നെ ചതിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ നെഞ്ചു പൊട്ടി. ഞാൻ അന്ന് ഒരു ദിവസം കള്ള് കുടിച്ച് അറ്റാക്ക് വന്ന കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഒരു ദിവസം നീ എന്നെ കണ്ടില്ല. അന്ന് ഞാൻ എവിടേക്കായിരുന്നു പോയിരുന്നത്? നീലഗിരിയിൽ നിൻ്റെ ചേട്ടൻ്റെ അടുത്തേക്ക്. എനിക്ക് ഒരു കാര്യം അറിയണമായിരുന്നു. വൈജയന്തി വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന കാര്യം. അങ്ങനെ അവിടുന്ന് ഗംഗാധരമേനോൻ നിവൃത്തിയില്ലാതെ സത്യങ്ങളെല്ലാം സമ്മതിച്ചു. ആ ഒരു പെൺകുട്ടിയെ നീ പ്രസവിച്ചെന്നും അവൾ പ്രസവിച്ചുടനെ മരിച്ചുപോയെന്നും അത് പച്ചക്കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി. വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലെന്ന കാര്യം എനിക്ക് അത്രയും ഉറപ്പായിരുന്നു. ഒടുവിൽ ഗംഗാധരമേനോൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. വൈജയന്തി ഇതെല്ലാം ശ്വാസമടക്കി പിടിച്ച് കേൾക്കാണ്. വൈജയന്തിയെ നട്ടലോടെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഭയന്ന് നിൽക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്നോട് അവരെല്ലാവരും ആ കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞെങ്കിലും ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ മരിച്ചു പോയിരുന്നില്ല. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഓർഫനേജിൽ ഇഷ്ടദാനം നൽകി. അങ്ങനെ അവൾ വളർന്നു വലുതായി 23 വയസ്സായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അവൾ വന്നു. അവളുടെ അനാഥയായ പെൺകുട്ടിയുടെ പേരാണ് അലീന. ആ പേര് കേട്ടതും വൈജയന്തിക്ക് ഭൂമി തലക്കീൽ മയങ്ങുന്ന പോലെ തോന്നി. എന്ത് ഭ്രാന്താ നിങ്ങളീ പറയുന്നത്? ഒരു അലർച്ചയായിരുന്നോ? അതേ വൈജയ്, നീ അറിയണം, നിന്റെ മകളെയാണ് ഇത്രയും കാലം നീ ചവിട്ടിത്താഴ്ത്തിയതും നീ ആക്ഷേപിച്ചതും അവളെ അടിച്ചതും എല്ലാം നീ അവളെയാണ്. ഓരോ നിമിഷവും നീ അവളെ ശപിച്ചുകൊണ്ട് ജീവിക്കായിരുന്നു. അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഒരു അനാഥയെ പോലെ നീ അമ്മയായതുകൊണ്ട് നീ പ്രസവിച്ചതുകൊണ്ട് ഒരു അനാഥയായി 24 വർഷം അവൾ അനാഥയായി ജീവിച്ചു. എന്നിട്ടും നിനക്ക് നിന്റെ സ്വന്തം കൺമുമ്പിൽ ഉണ്ടായിട്ടും അവളെ നിനക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതുതന്നെയായിരുന്നു ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷ. ആരെങ്കിലും ഈ സത്യം നിന്നെ അറിയിച്ചാൽ ആ നിമിഷം
ഞാനും നീയും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുമെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. എല്ലാവർക്കും അറിയാം, ഗംഗാധരമേനനും നിന്റെ ചേട്ടന്മാർക്കും എല്ലാം, നിന്റെ അമ്മയ്ക്ക് വരെ ഈ സത്യം അറിയാം. അവരാരും നിന്നോട് പറയാത്തതിൻ്റെ കാരണം ഞാൻ തടസ്സം നിന്നതുകൊണ്ട് തന്നെയാണ്. അതുതന്നെയായിരുന്നു ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷയും. സ്വന്തം മോളെയാണ് നീ കാണാൻ ആഗ്രഹിച്ച്, നീ താലോലിക്കാൻ ആഗ്രഹിച്ച ആ സ്വന്തം മോളെയാണ് നിന്റെ കൺമുമ്പിൽ നീ ചവച്ചരച്ചത്. ഇപ്പോൾ പോലും നീ പൊട്ടിത്തെറിച്ചില്ലേ അവളാണ് നിന്റെ കുടുംബം നശിപ്പിക്കാൻ വന്നവളെന്ന് പറഞ്ഞ് നീ അവളെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ആ അലീന എന്നവൾ സ്റ്റാലിൻ ജോസഫിനും വൈജയന്തിക്കും ജനിച്ച മകളാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ അവൾ എവിടെയാണെന്ന് നിനക്കറിയണ്ടേ? അവളുടെ സ്വന്തം പപ്പയുടെ അടുത്തെയാണ് അവളുള്ളത്. അവളെ ഞാൻ രഹസ്യമായി എവിടെയും വെച്ചിട്ടില്ല. അവൾ എൻ്റെ മകളാണെന്ന് പറഞ്ഞ് ഞാൻ സുരക്ഷിതമായി അവളെ ഞാൻ ചേർത്ത് പിടിച്ചതേ ഉള്ളൂ. അതായിരുന്നു നിനക്ക് ഞാൻ ചെയ്ത തെറ്റ്. ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു വൈജയെ? അവളെ സ്നേഹിച്ചതോ? അവൾ നിൻ്റെ മകളാണെന്ന് അറിഞ്ഞിട്ടും അവൾ ആ വീട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കാതെ അവൾ അവിടെ തന്നെ നിർത്തിയതോ? അതാണോ ഞാൻ നിന്നോട് ചെയ്ത തെറ്റ്? ആ സമയം വൈജയന്തിക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. വീണ്ടും ഇത് പറഞ്ഞു കഴിഞ്ഞതും തന്നെ ബാലചന്ദ്രൻ കിതക്കാൻ തുടങ്ങിയിട്ടോ. ചുമക്കുകയും കിതക്കുക ചെയ്യുമ്പോൾ ഡോക്ടർമാർ വീണ്ടും ഓടി വന്ന് നിങ്ങളൊന്ന് പുറത്ത് നിൽക്കൂ. വൈജയന്തി ആണെങ്കിലോ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും വൈജയന്തിക്ക് കണ്ണ് കാണുന്നില്ല. വീഴ്ച വീഴുന്ന പോലെ തോന്നുക. ആൻറ്റി എന്ന് വിളിച്ച് മനുശങ്കർ ചേർത്ത് പിടിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ വൈജിയെ റൂമിലേക്ക് എത്തിക്കാട്ടോ. ഈ സമയം ബാലചന്ദ്രൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അലീന വീണ്ടും ബാലചന്ദ്രനെ കാണാൻ കയറുന്ന അച്ഛാ എന്തൊക്കെയാ അച്ഛാ? അച്ഛന് ഒന്നുമില്ല, എൻ്റെ അച്ഛന് ഒന്നുമില്ല. ഇനിയും ഒരുപാട് കാലം അച്ഛൻ ഈ ഭൂമിയിൽ ജീവിക്കും. ഞാനാ പറയുന്നത്. അങ്ങനെ മനസ്സുരുകി അലീന പ്രാർത്ഥിക്കുന്നുണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ബാലചന്ദ്രൻ്റെ കാര്യങ്ങളിൽ ഒരുപാട് മാറ്റം സംഭവിക്കാട്ടോ. ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ് എതിർക്ക്. അങ്ങനെ ഒരു വിധത്തിൽ അയാളുടെ നിർബന്ധപ്രകാരം തന്നെ ഡോക്ടർമാർ അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുകയാണ്. അങ്ങനെ അവരുടെ എല്ലാവരുടെയും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അലീന ആ വീട്ടിലേക്ക് കയറി ചെല്ലാതെ നേരെ അവളുടെ സ്റ്റാലിൻ എന്ന പപ്പയെ വിളിച്ചു വരുത്തി അവരുടെ കൂടെ പോവാണ്. ഈ സമയം വൈജയന്തിക്ക് തലക പരിക്കുന്ന പോലെ തോന്നുക. അലീന, അവളെ ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു. ആഗ്രയിലെ ആ ഒരു വാടക വീടും താൻ ഗർഭം ധരിച്ചതും താൻ ആ കുഞ്ഞിനായിട്ട് താഴേക്കും വയറ്റത്ത് ഇങ്ങനെ പല ഭാഗങ്ങളായി കുഞ്ഞിളകണ സമയത്ത് ആ കുഞ്ഞിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം വൈജയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്ര റൂമിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വൈജയന്തി ആ റൂമിലേക്ക് വരുന്നുണ്ട്. വൈജയ് ആ സമയം ബാലചന്ദ്രനെ അറിയാം. താൻ മരിക്കുമെന്ന് കരുതി തന്നെ വൈജയോടെല്ലാം തുറന്ന് പറഞ്ഞ് ഇനി ഒരു റിവീസിന് പോവാനോ അതിന് പോലും തനിക്ക് സമയമില്ല. ഏത് സമയം ഈ ഹൃദയം നിലച്ചു പോകുമെന്ന് അറിയാട്ടാ. അങ്ങനെ ബാലചന്ദ്രൻ അവളെ ഒന്ന് നോക്കിയിട്ട് മെല്ലെ റൂമിലേക്ക് പോവാം. ആ സമയം ബാലചന്ദ്രൻ്റെ അരികിൽ വന്ന് വൈജയന്തി മാപ്പ് പറയുന്ന പോലെ കണ്ണീരോടെ നിൽക്കുന്നുണ്ട്. വൈജയ്, നിനക്ക് കണ്ണീരോ? ഒരിക്കൽ പോലും നിൻ്റെ സഹതാപമുള്ള മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിനക്കിതെന്ത് പറ്റി? എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കൈ കൂപ്പുന്നുണ്ട്. എന്നോടല്ല നീ ക്ഷമ ചോദിക്കേണ്ടത്. നീ എന്നെ ചതിച്ചു. അത് വിവാഹത്തിന് മുമ്പ് നിനക്ക് പറ്റിയൊരു തെറ്റ്. നിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നു. അതങ്ങ് പോട്ടെ. നിൻ്റെ മകളുണ്ടല്ലോ, നീ കൺമുമ്പിൽ ചവിട്ടി അരച്ചവൾ, അവളോടാ നീ മാപ്പ് പറയേണ്ടത്. അല്ലാതെ ഈ ബാലചന്ദ്രനോടല്ല. ബാലചന്ദ്രൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരയാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. ഒരിക്കലും ബാലചന്ദ്രനെ ചതിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതാ. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒരു അറവ് പട്ടിയെ പോലെയാണ് ഞാൻ അവിടെ വന്നു നിന്നത്. എനിക്ക് ബാലചന്ദ്രനെ ചതിക്കാനൊന്നും യാതൊരു മനസ്സില്ലായിരുന്നു. പിന്നീട് എല്ലാവരും ദേഷ്യവും വാശിയും വൈരാഗ്യം മാത്രമാണ് എനിക്കുണ്ടായത്. ഞാൻ അല്ലാതായി പോയി. എനിക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റിയില്ല. ബാലചന്ദ്രൻ അറിയാലോ, എൻ്റെ ചെറുപ്പക്കാലം തൊട്ടേ ഈ വൈജ ഇങ്ങനായിരുന്നു. അതെ, എനിക്കത് തന്നെയാണ് പറ്റിയത്. ഞാൻ കണ്ട വൈജ ആയിരുന്നില്ല അന്ന് മണിയറയിലേക്ക് എൻ്റെ അടുത്തേക്ക് വന്നത്. മറ്റൊരു മുഖമായിരുന്നു. നിനക്കിഷ്ടമില്ലാതെയാണ് ഈ വിവാഹം നടന്നതെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. ഞാൻ എന്നെയും കൂടെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയായിരുന്നു വിവാഹം കഴിക്കേണ്ടത്. അവിടെ എനിക്ക് തെറ്റുപറ്റി. ബാലചന്ദ്രൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ബാലചന്ദ്രന് ആ ഒരു കരച്ചിൽ മതിയായിരുന്നു അവളോട് ക്ഷമിക്കാനായിട്ട്. അങ്ങനെ ബാലചന്ദ്രൻ പിന്നീട് വൈജ അവളോട് പറയാണ്, എനിക്ക് അലീനെ കാണണം, അവൻ്റെ മകളെ കാണണം, അവളെ ഞാൻ എന്ന് പറഞ്ഞ് കരയുമ്പോൾ, വൈജെ നിൻ്റെ ഈ കണ്ണീര് മാത്രം മതി. അവൾ നിന്നോട് ക്ഷമിക്കും. ഭൂമിയോളം ക്ഷമിക്കാൻ കഴിവുള്ളവളാണ് നിൻ്റെ മകൾ. നീ ഭാഗ്യവതിയാണ്. അതുപോലൊരു മകളെ നിനക്ക് പ്രസവിക്കാൻ കഴിഞ്ഞല്ലോ. അതുതന്നെ നീ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. അങ്ങനെ സ്റ്റാലിൻ ജോസഫിൻ്റെ ബംഗ്ലാവിലേക്ക് വൈജയും കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വൈജ ചുറ്റും നോക്കാട്ടോ. താനും സ്റ്റാലിന് ഒരുപാട് ആഗ്രഹിച്ച ഒരുമിച്ചൊരു ജീവിതം എന്ന ആ ഒരു സമയത്ത് സ്റ്റാലിൻ അവിടെ ഇല്ലായിരുന്നു. അത് മനസ്സിലാക്കി തന്നെയാണ് വൈജിയെയും കൂട്ടി അങ്ങോട്ട് വന്നത്. ഒരുപക്ഷെ സ്റ്റാലിനും വൈജിയും നേർക്ക് നേർ കണ്ടാൽ അവർ രണ്ടുപേരുടെയും ഉള്ളിൽ പകയുണ്ടാവും.
പരസ്പരം ചതിച്ചവർ എന്ന പക. എന്നാൽ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ വൈജ മനസ്സിലാക്കിയിരുന്നു. തന്നെ തൻ്റെ വീട്ടുകാർ ചതിച്ചതാണെന്ന സത്യം വൈജ ഏറെക്കുറെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ വൈജയും കൂട്ടി ബംഗ്ലാവിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാ. പുറത്തൊന്നും ആരെയും കണ്ടില്ല. അലീനയെ വിളിക്കുന്നുണ്ടെങ്കിലും അലീന അവിടെ ഒന്നുമില്ലെന്ന് അവിടുത്തെ ജോലിക്കാർ വന്ന് പറഞ്ഞ്. തോട്ടത്തിൽ അവൾ വെറുതെ ഒരു കുളക്കടവിൽ ഇരിക്കായിരിക്കും. ബാലചന്ദ്രനും അവിടെ വന്ന്, മോളെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ബാലചന്ദ്രനെ കണ്ടതും നെട്ടി അലീന എണീക്കുന്നത്. അച്ഛൻ ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നോ? അച്ഛൻ എന്തിനാ ഇത്രയും ദൂരം കാർ ഓടിച്ച് ഇങ്ങോട്ട് വന്നത്? നിന്നെ ഒരാൾക്ക് കാണണമെന്ന് പറഞ്ഞു, അപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നതാണ്. ആർക്ക്? ബബിത മോളാണോ അതോ കൃഷ്ണമോളോ എന്ന് ചോദിക്കാം, നീ വാ എന്ന് പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് ബാലചന്ദ്രൻ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. വൈജയന്തി കാറിൻ്റെ ഡോറ് തുറന്ന് വരികയാണ്. പെട്ടെന്ന് പൊട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് അലീനയുടെ നേർക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ. പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ പൊട്ടിക്കരയുന്നുണ്ട്. നീ എന്നോട് ക്ഷമ ചോദിക്കാനും പോലുള്ള അർഹത എനിക്കില്ല. ഞാൻ എൻ്റെ കൺമുമ്പിലുണ്ടായിട്ട് പോലും ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. പല സൂചനകളും നീ എനിക്ക് തന്ന്, എന്നിട്ടും ഞാൻ തിരിച്ചറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ച് ഉമ്മ വയ്ക്കുകയും തുരുതുരെ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനക്ക് കണ്ണീരോടെ കണ്ണ് കാണുന്നില്ല. ഞാൻ ആഗ്രഹിച്ച നിമിഷമായിരുന്നു മറ്റാരുടെയും സ്നേഹത്തെക്കാളേറെ എൻ്റെ പെറ്റമ്മയുടെ സ്നേഹമായിരുന്നു കൊതിച്ചത്. ആ മാറിൽ തലച്ചായ്ച്ച് കിടക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. അവൾ കണ്ണീരോടെ, ഞാൻ എത്ര ആഗ്രഹിച്ച നിമിഷ. അച്ഛാ, ഇത് സ്വപ്നമാണോ? അല്ല മോളെ, സ്വപ്നമല്ല. നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിഞ്ഞു. എനിക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയും, നിനക്ക് അവളോട് ക്ഷമിക്കാൻ കഴിയണം. എനിക്ക് എൻ്റെ അമ്മയോട് യാതൊരു ദേഷ്യവും ഇല്ല, ഒരു വാശിയും ഇല്ല. അന്നും ഇന്നും എന്നും എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലീന അവരെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. അങ്ങനെ അമ്മയും മകളും ഒരുമിച്ച് ഇതാക്കണം. ഇത് നമ്മൾ ഇങ്ങനെ റിവ്യൂ പറയുമ്പോൾ പോലെയല്ല, ആ ഒരു സീനൊക്കെ കാണേണ്ടത് തന്നെ അവർ അത്രയും ഇമോഷണലായിട്ടുള്ള ഒരു സീനായിട്ടോ. അമ്മയും മകളും പരസ്പരം തിരിച്ചറിയുകയും പരസ്പരം സ്നേഹം പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ത്രില്ലർ എപ്പിസോഡ് തന്നെ നമുക്ക് അടുത്ത് തന്നെ കാത്തിരിക്കാട്ടോ. എന്തായാലും 2 വർഷമൊക്കെ ആവും അമ്മയും മകളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.